അണ്ടർ ഗേൾഫ്രണ്ട് വലിയ വലിയ ലവ്ലിൻ്റെ എപ്പിസോഡ് 3 ആണ് ഓഫ്ലൈനായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പിസോഡ് 4 ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ സൗണ്ടിന് ചെറിയ വയ്പ്പുണ്ട് ആദ്യം, പിന്നെ റെഡിയാക്കും. എപ്പിസോഡിന് തുടക്കം ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജകുമാരി പോലെ ഒരാൾ പറയുന്നു. അതായത് ഒറ്റയ്ക്ക് കണ്ണാടിയിലിങ്ങനെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് നമ്മൾ റണ്ടറിൻ്റെ 3ാമത്തെ സോൾമേറ്റാണത്. അങ്ങനെ അവിടെ നിന്ന് റണ്ടർ പാർക്കടിക്കുകയാണ്. അങ്ങനെ അവർ മനസ്സിലാവുകയാണ് ഇതാണ് സോൾമേറ്റ് എന്ന്. അങ്ങനത്തെ ഒരു സംസാരിക്കാത്തൊരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ കൊച്ചു പിടിച്ച് ബാക്ക് പോവുകയാണ്. അങ്ങനെ പറയാണ്. അപ്പോൾ അവൻ്റെ കൈമൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലൈബ്രറിയനാണെന്ന്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വീട്ടിൽ കൂടി സംസാരിക്കുന്നു. അങ്ങനെ പറയാണ്, നിങ്ങൾക്ക് ഒരു ബുക്കാണ് വേണ്ടത്, അതായത് ഈ ലവിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു ബുക്കാണ് വേണ്ടതെന്ന് പറയാണ്. അതല്ല ഞാൻ അപ്പോൾ കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച് തരാൻ എന്നിട്ട് കുറേ പോകാൻ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ഓരോ റിലേഷൻഷിപ്പ് നന്നായിരിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് ഒരു സ്റ്റോറിയാണെന്ന് പറയാണ്. അങ്ങനത്തെ അല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പെൺകുട്ടി അവിടെ പോയി തപ്പാണ്. കുറേ പുസ്തകങ്ങൾ അങ്ങനെ പോയി എടുത്ത് വയ്ക്കുന്നു. ഇതൊക്കെ തോന്നുക എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇതൊക്കെ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മേടിക്കാൻ നിൽക്കുമ്പോൾ ഇതിപ്പോൾ തന്നെ മേടിക്കാൻ പറ്റില്ല, ഇത് വേണ്ടി വരും, ഒരു കാർഡ് ഇപ്പോൾ തന്നെ റെഡിയാക്കിയതിൻ്റെ ദിവസം നിനക്ക് ഈ ബുക്കൊക്കെ കൊണ്ടുപോകാം എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയാണ്. അപ്പോൾ തന്നെ ആ കൊച്ചു പെൺകുട്ടീനോട് പറയാണ്, എനിക്ക് നിൻ്റെ കയ്യിലുള്ള ബുക്ക് കൊടുത്തപ്പോൾ നിനക്ക് എൻ്റെ ആ ബുക്ക് തരാൻ പറ്റുമോ, കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അവരെ ID നോക്കിയപ്പോഴാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അവരുടെ പേര് സുസുക്കി എന്നാണ്. 2 പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ഉള്ളത്. ശരിയും സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഇവരെ കാണാൻ എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങളോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ആദ്യത്തെ രണ്ടറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ബുക്ക് വായിക്കാണ്. അങ്ങോട്ട് പിന്നും അടി ഉണ്ടാകുമ്പോൾ രണ്ടര പറയാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ രണ്ടര വീട്ടിലെത്തിയ ശേഷം ആ ബുക്കിലെ കഥ വായിക്കുകയാണ്. ആ ബുക്കിലെ കുറേ കാര്യങ്ങൾ രണ്ടര വായിച്ചെടുക്കുന്നു. അങ്ങനെ രണ്ടര വായിക്കുമ്പോഴാണ് രാജകുമാരൻ്റെ ഒരു കഥ ഉള്ളത്. ആ കഥ അവർ വായിക്കാണ്. ഒരു ഡ്രാഗൻ്റെ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരു കിടിലൻ ഒരു സ്റ്റോറി തന്നെയാണത്. അപ്പോൾ അത് വായിച്ച് ഒരു ഹാപ്പി നിന്നെ കിട്ടുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ ആ കഥയിലെ ആൾക്ക് അവനെ കിട്ടാതാവുകയും ചെയ്യുന്നു. ഒരു ഹാപ്പി എൻഡിങ് ഇല്ലാത്തതുകൊണ്ട് രണ്ടർക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ രണ്ടോ നാളെ തന്നെ ദൈവം പറഞ്ഞ ഓർക്കാണ്, അതായത് ഒരു സോൾമേറ്റിനെ നീ എടുത്തില്ലെങ്കിൽ മരണപ്പെടുമെന്ന് പറഞ്ഞത് ഓർത്തുകൊണ്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ പോകാനായിട്ട് ആ ബുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ കൊച്ചു പെൺകുട്ടിക്ക്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനത്തെ കുറേ ബുക്കുള്ളപ്പോൾ മനസ്സിലാവാണ് ഇവിടെ തന്നെയാണ് വായിക്കൽ എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ആ ബുക്കിൻ്റെ 2ാം ഭാഗമാണ് ആ കുട്ടീൻ്റെയൊക്കെ ഉള്ളത്. അത് 2ാം ഭാഗം. അങ്ങനെ അവർ പിന്നെ അടി ഉണ്ടാക്കുമ്പോൾ രണ്ടരൊക്കെ കാണാതെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടര പറയാണ്, നിനക്ക് ഒന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷൈൻ ചെയ്ത ആളുടെ ഉള്ളമാർക്കാണ് നിൽക്കുന്നത്. അങ്ങനെ ബുക്കുള്ള ഓരോ വേർഡും ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ആ കഥനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ടര ചോദിക്കുകയാണ്, നീ എനിക്ക് ഇതിൻ്റെ 2ാം ഭാഗം തരുമെന്ന് ചോദിക്കുന്നു. അതായത് ഈ ബുക്കിൻ്റെ 2ഉം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുക്കിൻ്റെ 2ഉം കൊടുക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ 2 ബുക്കും
എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടര ആ ബുക്കിന് രണ്ടും മേടിച്ചുകൊണ്ട് പറയാണ്, നീ ഈ സെൽദോഷം പിടിച്ചുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ റെഡിയാക്കി ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് നോക്കും. അപ്പോൾ രണ്ടരോട് ചോദിക്കുകയാണ്, നീ എനിക്ക് ബുക്ക് തരുമോ എന്ന് പറയുന്നു. അങ്ങനെ രണ്ടര ബുക്ക് രണ്ടും മേടിച്ചിട്ട് എന്തോ കാര്യങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ടാണ് അവൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. അങ്ങനെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴാണ് രണ്ടര അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നു. നീ എന്ത് ഇത്ര ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ രണ്ടര അവിടെ കാണുന്നു. അങ്ങനെ രണ്ടരക്ക് ലൈബ്രറിയിൽ നിന്ന് വന്നിട്ട് രണ്ടരനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രണ്ടര പാർക്കിൽ രണ്ടാളിപ്പോൾ ഇരിക്കുന്നത് കാണാണ്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നതിന് ശേഷം രണ്ടര പറയാൻ പുറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു കിസ് കൊടുക്കുകയാണ്. അങ്ങനെ കണ്ടതിന് ശേഷം മറ്റേ പെൺകുട്ടി അതേമാതിരി കൊടുക്കാൻ നിൽക്കുമ്പോൾ അത് പാടിപ്പോവാണ് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ രണ്ടരയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന ഇതിക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇനി എന്നെ ഒഴിവാക്കാൻ രണ്ടര നോക്കുള്ളൂ എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടാണ് ചെയ്യുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര കൊച്ചു പെൺകുട്ടീനെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ആൾക്കാർ വീട്ടിൽ നിന്നും ഓരോരുത്തർ നിന്നും പുള്ളി ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ പുള്ളി ചെയ്ത് ഓർത്ത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നേരെ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ലൈബ്രറിയിൽ അവിടെ ഇരുന്നുകൊണ്ട് കരയാണ് ചെയ്യുന്നത്. ലൈബ്രറിയിൽ ഇരിക്കുന്നതുകൊണ്ട് ബുക്ക് നോക്കുമ്പോൾ രണ്ടര വരുന്നു. രണ്ടര ചോദിക്കാൻ നിങ്ങൾക്ക് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടരക്ക് ഫോൺ കൊടുക്കുകയാണ്. അതിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. അതായത് അവർക്ക് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മാറിക്ക് വോയിസ് ഓഡിയോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഇതാക്കി കൊടുക്കണം. അത് രാത്രി വർക്ക് വെച്ച് ചെയ്തൊരു എഫർട്ട് എടുത്തൊരു കാര്യം തന്നെയാണത്. അപ്പോൾ അത് കേട്ടിട്ട് സന്തോഷം എടുക്കാൻ വയ്യാതെ രണ്ടെണ്ണം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് മാറി കേട്ടുകൊണ്ട് അവർ പറയാണ്, ആ കൊച്ചു പെൺകുട്ടിക്ക് അതിൻ്റെ ഫീലിങ്സ് അവിടെ കാട്ടില്ല. അപ്പോൾ രണ്ടരോട് ഐ ലവ് യു എന്ന് അവിടുന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എതിർത്തില്ലെങ്കിൽ സൂസൈഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കി രണ്ടു എടുക്കുകയാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ഇത് കാണിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒരു രണ്ടരക്ക് കൊച്ചു പെൺകുട്ടിക്ക് അറിയാം. ഇവർക്ക് ആദ്യം തന്നെ രണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അറിയാം കൊച്ചു പെൺകുട്ടിക്ക്. അപ്പോൾ അവരടുത്തേക്ക് ഇതാണ് എൻ്റെ മൂന്നാമത്തെ സോൾമേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് പറയണേ. മൂന്നാമത്തെ കിട്ടിയിട്ട് നമ്മൾ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ മഞ്ഞ കൂടി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ അവിടെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എപ്പിസോഡ് 3 കഴിഞ്ഞ് ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് ഇതിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കാണാം. സീസൺ 1 എപ്പിസോഡ് 4 നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹൈപ്പ് ചെയ്യാത്തവരിപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുള്ളവർ ഇതിൻ്റെ 1ഉം 2ഉം കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് നോക്കുക. ഇതിൽ വിടാൻ പോകുന്നത് 4ാമത്തെ എപ്പിസോഡിലോട്ട് പോയേക്കാം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യാം. അക്കാരിക്ക് വല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടുന്നത് എന്തോ ഒരു മാറിക്കാണ് അക്കാരെ നോക്കി വെക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും പേര് അതിൽ ആഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ ഗേൾഫ്രണ്ടാണ് പിന്നെ ആഡ് ചെയ്താൽ അതൊരു കുഴപ്പമാണല്ലോ. അപ്പോൾ രണ്ടരക്ക് മാത്രമേ അറിയുള്ളൂ അതെന്തുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ നല്ല രീതിക്ക് ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ ആ ചെറിയ പെൺകുട്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നീ സംസാരിക്കില്ല അധികം, പിന്നെ മുഖം ഇങ്ങനെ, അതായത് ക്ലാസ് റൂമിലിരിക്കുമ്പോൾ കാല് ഇതേമാതിരിക്കാണ് നീ വെക്കൽ എന്ന് പറയാണ്.
അപ്പോൾ അത് കണ്ടിട്ട് ബ്ലഷ് ആവാണ് ആ ചെറിയ കൊച്ചു പെൺകുട്ടി. നല്ല രീതിക്ക് ഇതാകുന്നുണ്ട്. രണ്ടോ ചെറിയ കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് അത് ചിന്തിക്കുകയാണ്. അപ്പോൾ വളരെയധികം ബ്ലഷ് ആയതിന് ശേഷം പിന്നെ മുഖം നീ ഇങ്ങനെയാണ് വെക്കൽ, കൈ ഇങ്ങനെ വെക്കും. അപ്പോൾ തന്നെ മഞ്ഞും പൊടി ഇങ്ങനെ ഇതാക്കും എന്ന് പറയാണ്. അപ്പോൾ ഇവർ മൂന്നാളും ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇവർ അത്രയ്ക്ക് നോക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാണ്. കുറച്ച് ചെറുക്കൻകുട്ടി പറയാണ് കിസ് വേണമെന്ന് പറയാണ്. അങ്ങനെ എനിക്ക് ഇപ്പോൾ തന്നെ വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ തരാം എന്ന് പറയാണ്. നീ എപ്പോൾ ചോദിച്ചാലും ഞാൻ തരാം എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അത് രണ്ടും ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിക്കുമ്പോൾ പയ്യന്മാർ തന്നെ അക്കാര്യം രണ്ടും കൂടി അവിടെ ഫുഡിന് കുറേ വെക്കുകയാണ്. അങ്ങനെ ചെറിയ കൊച്ചു പെൺകുട്ടിക്കും കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ അത് കുറേ ഫുഡ് കഴിച്ചുകൊണ്ട് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. കുറേ തിന്നതിൻ്റെ ദിവസം ചെറിയ പെൺകുട്ടിക്ക് സംസാരിക്കാൻ പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കാൻ കുറച്ചതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ രണ്ടും ഒരു പുതിയൊരു ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് പുതിയ ആൾക്കാർ കാണുമ്പോൾ സംസാരിക്കാൻ ഫ്രണ്ട്സ് ആവാനൊരിത് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഗെയിമിൻ്റെ റോൾ എന്ന് വെച്ചാൽ ഒരാളെ ചിരിപ്പിക്കുക എന്നതാണ് എന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടേ ചിരിപ്പിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ അക്കാർ തോറ്റു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. ആൾക്കാർ തോറ്റു. അങ്ങനെ രണ്ടാമത്തേൽ ഫിൻ ചെയ്തപ്പോൾ എന്നെ ചിരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണേ. അങ്ങനെ അത് വേറൊരു വീട്ടിലൊക്കെ അങ്ങനെ ആയിപ്പോയി പിടിച്ചത് എനിക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ രണ്ടു വീണ്ടും ചിരിപ്പിക്കുകയാണ്. അതായത് അവിടെ അടി ഉണ്ടായിട്ട് ചിരിപ്പിക്കാൻ പോകുമ്പോൾ അതിങ്ങനെ പിടിച്ചേക്ക് വേറെ ഒരു രീതിയിലായിട്ട് പോവാണ്. അതങ്ങനെ ആണല്ലോ, അത് വേറെ രീതിയിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മളധികം അതിലേക്ക് നോക്കുന്നില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെറിയ കൊച്ചു പെൺകുട്ടി ആണുള്ളത്. അത് ഓക്കെ, ഇപ്പോൾ ഇതിൽ രണ്ടു ചേച്ചി പിന്നെ ചെറിയ കൊച്ചു പെൺകുട്ടീനെ ചിരിപ്പിക്കാനായിട്ട് വന്നു. ക്യൂട്ടായിരിക്കും എന്ന രീതിയിൽ ചിരിപ്പിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ചിരിക്കുന്നു. അങ്ങനെ അതിൽ രണ്ടു ചേച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് വെറും ഫയർ പാവാണ്. അതായത് ഇവർക്കും അതേമാതിരി ചിരിപ്പിക്കണം എന്നുള്ളതിൽ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അതായത് ചെറിയ കൊച്ചു പെൺകുട്ടിക്ക് ഒരു സംഭവം കൊടുക്കുകയാണ്. അതായത് അവനെ വന്ന് ചിരിപ്പിക്കാനായിട്ട് വന്നിട്ട് കൈയിട്ടെന്ന് ഇങ്ങനെ ആക്കുന്നതും എന്ന് പറഞ്ഞിട്ട് അവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇത് ആ മഞ്ഞുകൂടി പിങ്കുകൂടി മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് രണ്ടര ബാത്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ രണ്ടര ബാത്റൂമൊക്കെ പോയതും സുസുക്കി നീ എന്താ അവനോട് അങ്ങനെ പെരുമാറുന്നേ പറയാണ്. അക്കാര്യം പറയാണ്. അത് നിങ്ങൾ പേടിച്ചിട്ടാണ് എന്ന് പറയുന്നു. നിങ്ങളെ നെഗറ്റീവ് സീനിയറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാണ്. അപ്പോൾ ചീത്ത പറയുമ്പോൾ പാവില്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യൂട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പാവില്ലേ എന്ന് പറയാണ്. അങ്ങനെ കുറേ നേരം ഓരോന്നിങ്ങനെ പറയാണ്. അതായത് നീ എന്താ അങ്ങനെ ഇങ്ങനെ എന്താ ഡിസ്റ്റൻസ് പിന്നെ ആട്ടെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയാണ്. അതായത് അപ്പോൾ പിങ്കുടി പറയാണ് അങ്ങനെ ചീത്ത പറയണ്ട എന്ന് പറയുന്നു. നീ അപ്പോൾ കൊച്ചു കുട്ടി പറയണേ എനിക്ക് നിങ്ങളെ പേടിയാണ് അതുകൊണ്ടാണ് എന്ന് പറയണേ. ഇന്നെന്തിനാ പേടിക്കണേ പറയണേ, നിങ്ങൾ കാണുന്ന കുറച്ച് ഭംഗിയുണ്ട് എന്ന് അവിടെ അങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ കാണാൻ നല്ല ഇതാണ് എന്ന് പറയാണ്. അതായത് കയ്യിലെടുത്തു. അപ്പോൾ ചെറിയ പെൺകുട്ടീനോട് പറയാം നീ കുഴപ്പമില്ല എന്ന് പറയണേ. അങ്ങനെ അവർക്ക് ചെറിയൊരു പെൺകുട്ടീനോട് ഒരു ഇത് തോന്നാണ്. അതായത് ഒരു പാവം പോലത്തെ ഒരു കൂടുതൽ ഇഷ്ടം തോന്നാണ്. അങ്ങനെ കുറേ അഡ്വൈസ് കൊടുക്കുന്നു. അതായത് നീ ഇങ്ങനെ രണ്ടിടത്ത് പെരുമാറണം, നല്ല രീതിക്ക് രണ്ടിടത്ത് പെരുമാറണം, എന്നാലേ മനസ്സിലാകാൻ പറ്റുള്ളൂ. അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. നീ നല്ല രീതിക്ക് രണ്ടായിട്ട് പെരുമാറണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടുകൊണ്ട് നീ നമുക്ക് മൂന്നാൾക്കും ഇഷ്ടപ്പെടാൻ അതിലൊക്കെ കാരണമുണ്ടാകുമെന്ന്
പറയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടരനെ നീ നല്ല രീതിക്ക് നോക്കണം എന്നൊക്കെ പറയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടര നോക്കി ഇപ്പോൾ രണ്ടര പറയണേ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇവർ മൂന്നാളും ഒരുമിച്ച് നിന്ന് എന്ന് പറയാണ്. അങ്ങനെ രണ്ടര അങ്ങനെ അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടര അങ്ങോട്ട് വന്നാൽ ഞാൻ രണ്ടരനെ നല്ല രീതിയും ഇക്ലയാക്കും എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത് രണ്ടരോട്. അങ്ങനെ രണ്ടര വന്നതിൻ്റെ ശേഷം നല്ല രീതിയിൽ ആക്കും എന്ന് പറയാണ്. അങ്ങനെ കൊച്ചു പങ്കട്ടി മുന്നിലേക്ക് വന്നിട്ട് പറയാണ് എനിക്ക് രണ്ടര കേസ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ നിട്ടാണ് കിടന്നിട്ട് അവർ തലയിലിങ്ങനെ ചെറിയ പെൺകുട്ടിയുണ്ടാവില്ല ഈ കുട്ടികളൊക്കെ തലയിലൊക്കെ കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ രണ്ടരക്ക് അവിടെ ഒരു സംഭവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമായിരുന്നു. അങ്ങനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല സ്വഭാവം അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്നാണ്. അതുകൊണ്ട് അവിടെയും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നല്ല രീതിക്ക് നിൽക്കുമ്പോൾ രണ്ടര ചിരിക്കുകയാണ്. രണ്ടര ചിരിക്കുമ്പോൾ പറയണേ നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടര പറയാണ് എനിക്ക് ഇങ്ങനത്തെ 3 ഗേൾ ഫ്രണ്ടിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലക്ഷ്മൻ എന്ന് പറയുന്നു അവിടെ. അപ്പോൾ ഇതിൻ്റെ 5-6 എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ചെയ്യാൻ തന്നെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.